ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചൂടുപിടിച്ച അതിൻ്റെ ചർച്ചകളും അതിൻ്റെ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുമായി ബന്ധപ്പെട്ട ഒരു അല്പകാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പോകാം. അപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സന്ദീപ് വാര്യർ ജയിക്കുമെന്ന് പറഞ്ഞ വീഡിയോ. അതുപോലെ ഇന്നിപ്പോൾ ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി വളരെ മുമ്പിലാണുള്ളത് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആണ് ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ആളെന്നാണ് നമ്മൾ കാണാൻ കഴിയുന്ന വാർത്തകളൊക്കെ, ചില കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു 50,000-ന് മുകളിൽ 60,000-ഓളം വോട്ടുകൾക്ക് വിജയിക്കാനാണ് വളരെ സാധ്യത കൂടുതൽ. അതേപോലെ പിഷാരടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. പിഷാരടി വിജയിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗം തന്നെ ആണ് അത് കാണിക്കുന്നത് എനിക്ക്. കാരണം ഒരുപാട് അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് ഇലക്ഷൻ്റെ ആ സമയത്തൊക്കെ. അപ്പോൾ ആ ഒരു പിന്നെ സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്കോ കൃത്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും അതിൻ്റെ എഡിറ്റിങ്ങും വീഡിയോസും അതിൻ്റെ പ്രചാരണവും അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രചാരണമൊക്കെ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, ഞാൻ ഇനി സ്റ്റേജ് പരിപാടികളോ മറ്റു പാട്ടും പരിപാടി അതൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ പരിപാടി, അതൊക്കെ നിർത്തിയിട്ട് പൂർണ്ണമായി രാഷ്ട്രീയത്തിൽ സജീവമായി തുടരും വിജയിച്ചാൽ എന്നൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞ ആ വാചകം, അദ്ദേഹം നടത്തിയ ഇത് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നത് അദ്ദേഹം നല്ല രീതിയിൽ വിജയിക്കുമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതേപോലെ അൻവറുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് സംശയമുണ്ട്. അൻവറുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, നമ്മൾ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയും അൻവർ വിജയിച്ച് അങ്ങോട്ട് പോകും, വിജയിച്ച് ഇങ്ങോട്ട് വരില്ലേ, അല്ല മുന്നേ പോയ ആളല്ലേ, അല്ല സന്ദീപ് വാര്യർ അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരാൾക്കും അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ള നിയമം പോലും നമുക്ക് രാഷ്ട്രീയത്തിലില്ല. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ UDF LDF ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. അപ്പോൾ 2 സീറ്റുകളോളം BJP കിട്ടുമെന്നാണ് പ്രവചനങ്ങൾ നടക്കുന്നത്. 20-21 സീറ്റുകൾ പിന്നെ ലീഗിന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നത് പൊതുവെ. അതുപോലെ 10-62 സീറ്റുകൾ കോൺഗ്രസ്സിന് ലഭിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, അവിടെ നിൽക്കട്ടെ, എൻ്റേതാണത്. 60-62 സീറ്റ് കോൺഗ്രസ്സിനും 20-21 സീറ്റുകൾ പിന്നെ ലീഗിനും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഈ LDF UDF ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ആദ്യത്തെ ഫസ്റ്റ് വാർത്തകളൊക്കെ നമ്മൾ കണ്ടത്. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. 1-2 സീറ്റിന് വേണ്ടി ഭരണം കിട്ടാൻ വേണ്ടി 1-2 സീറ്റിൻ്റെ കുറവ് വരുമ്പോൾ BJPക്ക് ഇപ്പോൾ 2 സീറ്റ് കിട്ടുമെന്നാണല്ലോ. 1 സീറ്റ് ആവശ്യം വന്നെന്ന് വിചാരിക്കാം. 1 സീറ്റ് നിർബന്ധമാണ് ഒറ്റ ഒരു കക്ഷിക്ക് മാത്രം ഭരിക്കാൻ, UDFനാകട്ടെ LDFനാകട്ടെ ഭരിക്കാൻ ആവശ്യം വന്നെന്ന് കൂട്ടാം. അപ്പോൾ ഈ BJPൻ്റെ സ്ഥാനാർത്ഥിക്ക് എന്തായിരിക്കും വാല്യൂ? അഖിൽ മാരാർ പറഞ്ഞ പോലെ അദ്ദേഹം വിജയിക്കാതെ അവിടെ വെക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെ മന്ത്രിയാകുന്നെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ മാത്രമേ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വിജയിക്കും, അല്ലെങ്കിൽ BJPൻ്റെ ഏതെങ്കിലും ഒരാൾ വിജയിച്ച് അവരെ ചാക്കിട്ട് പിടിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസമല്ല ആഭ്യന്തരം വരെ കൊടുത്തിട്ട് വേണമെങ്കിലും ഇതാക്കേണ്ട അവസ്ഥ ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഒരാൾ മറുകണ്ഠം ചാടുക, അല്ലെങ്കിൽ അപ്പുറം പോവുക ഇപ്പുറം വരിക എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. രാഷ്ട്രീയ ന്യൂസുകൾ കേൾക്കുന്ന മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നത്. അതൊന്നും വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മുമ്പ്. അതാണ് അതിൻ്റെ തെളിവ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ വ്യക്തമല്ലേ.